ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉദയംപേരൂർ പള്ളി അൽമായ മുന്നേറ്റക്കാരുടെ സെറ്റപ്പ് ഭയങ്കരം, ഗംഭീരം. ഇന്നലെ ഞായറാഴ്ച 2025 ജൂലൈ 13 ഞായറാഴ്ച ഉദയംപേരൂർ പള്ളിയിൽ, ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ പള്ളിയിൽ, അവിടെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാണ് നടക്കുന്നത്. അവിടെ അൽമായ മുന്നേറ്റക്കാർ ഒരു കാര്യം ചെയ്തു. ഇന്നലെ എന്താ ചെയ്യുന്ന കാര്യം ഞാൻ അവതരിപ്പിക്കാൻ പോകുകയാണ്. എന്തിനാ ചെയ്തതെന്ന് ഞാൻ ആദ്യം പറയട്ടെ. എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ, 8 പള്ളികളിൽ എന്തിനാണ് അൽമായ മുന്നേറ്റക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ പല പ്രാവശ്യം ഈ കൽദായ കുർബാന എന്നും പൃഷ്ഠകുർബാന എന്നും ഭിത്തി കുർബാന എന്നും പുറംതെറിഞ്ഞ കുർബാന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കുർബാന ചൊല്ലാമെന്ന് എല്ലാവരും ചൊല്ലിയിട്ടില്ല. അത് പാടെ പൊളിഞ്ഞു പോയതാണ്. എങ്കിലും ചൊല്ലാമെന്ന് ഒരു വാക്ക് കൊടുത്തു. വാക്ക് കൊടുത്തിട്ട് വാക്ക് പിൻവാങ്ങലാണ് ഇവരുടെ രീതി. വാക്ക് കൊടുത്തു. അപ്പോൾ ഈ അണികൾ ചോദിക്കാൻ തുടങ്ങി, നമ്മൾ എന്തുകൊണ്ടത് വാക്ക് കൊടുത്തു? മുന്നേറ്റക്കാരുടെ നേതാവിനോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മുന്നേറ്റക്കാരുടെ നേതാവ് ഷൈജു ഉണ്ടല്ലോ, നേതാവ് ജാളിത മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. ആ മെത്രാനോട് കേട്ടില്ല, ഈ മെത്രാനെ കേട്ടില്ല, മറ്റേ മെത്രാനോട് കേട്ടില്ല. അതെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു അടവില്ലേ, അതാണ്. അത് തന്നെയാണ് ഈ ഏകീകൃത പള്ളി, കുർബാന പള്ളി നടക്കുന്ന പള്ളികളിലും പ്രശ്നമുണ്ടാക്കാനും പറഞ്ഞിരിക്കുക. എന്തിനാ? ജാളിത മറയ്ക്കാൻ. ഇവർ കൽദായ കുർബാന, കൽദായ വൽക്കരണം എന്ന് പറഞ്ഞ കുർബാന ചൊല്ലാമെന്ന് വാക്ക് കൊടുത്തു. ചൊല്ലല് പല സ്ഥലത്തും ചൊല്ലുന്നില്ല. പിന്നെ വികാരിച്ചമാരല്ല ചൊല്ലുന്നത്, സന്യാസ വൈദികർ കൊണ്ടുവന്നൊക്കെയാണ് ചൊല്ലുന്നത്. അതായത് ഈ സമവായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവർ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമവായം പൊട്ടിപ്പൊളിഞ്ഞു. ഇവർ പറഞ്ഞിരിക്കുന്ന സമാധാനം സംജാതമായി എന്നൊക്കെ പറയുന്നത് പക്ക നുണയാണ്. അത് പോട്ടെ. പക്ഷേ ഇവരെന്തുകൊണ്ട് കൽദായവൽക്കരണം, കൽദായ കുർബാന, പൃഷ്ഠകുർബാന, പുറംതിരിഞ്ഞ കുർബാന, ഭിത്തി കുർബാന എന്നൊക്കെ പറഞ്ഞ് പരിഹരിച്ച കുർബാന ചൊല്ലാനായിട്ട് അനുവദിച്ചത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ സമ്മതിച്ചത് എന്തുകൊണ്ട്? അത് അണികൾ ചോദിക്കാൻ തുടങ്ങി. ആ ജാളിത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികൾ പോയി പ്രശ്നമുണ്ടാക്കാൻ ഷൈജു കൽപ്പിച്ചിരിക്കുന്നവർ. അത് കേൾക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ട്. ഞാൻ ഷൈജുവിനെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ തെമ്മാടികളായ കുറേ പേരെ തീറ്റ കൊടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ ഈ കൊട്ടേഷൻ സംഘങ്ങളെ. ആ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തുന്നത് ഗംഭീരം തന്നെ. ഷൈജുവിൻ്റെ കൊട്ടേഷൻ സംഘം വളരെ ഗംഭീരമായിരിക്കുന്നു. BJP-കാർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കോ ഇനി കോൺഗ്രസിനോ കൊട്ടേഷൻ സംഘം വേണമെങ്കിൽ ഷൈജുവിനെ സമീപിച്ചാൽ മതി. നല്ല കൊട്ടേഷൻ സംഘമാണ്. ഈ കൊട്ടേഷൻ സംഘം വരുന്ന പോലെ തന്നെയായിരുന്നു ഉദയംപേരൂർ പള്ളിയിൽ ഇവർ വന്നത്. രാവിലെ ഒരു 6 മണിയായപ്പം കുറേ പേര് അങ്ങ് വന്നു. അതിൽ അൽമായ മുന്നേറ്റക്കാരുടെ ഗുണ്ടകൾ, പിന്നെ അവരുടെ പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങളാണ് കൂടുതൽ. അത് ഇവരുടെ ഒരു അടവാണ്. ഈ അൽമായ മുന്നേറ്റക്കാരുടെ ഒരു അടവാണ്. പെണ്ണുങ്ങളെ മുമ്പിൽ നിർത്താം. അവരെങ്ങനെ ഒരു ബന്ദി അല്ലെങ്കിൽ നിർത്തിയിട്ടാണ് ഇവരുടെ സമരങ്ങൾ. പെണ്ണുങ്ങളെ കൊണ്ടുവരിക. ഈ ആണുങ്ങളാണ് സമരത്തിന് കൂടുതലുണ്ടാവുമെങ്കിൽ പെണ്ണുങ്ങളെ സമീപിക്കുന്നതൊക്കെ ഒരു പ്രയാസമുണ്ട്. ഇനി എങ്ങാനും തൊട്ടോ പിടിച്ചതൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. ഹണി ട്രാപ്പിന് വകുപ്പുണ്ട്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ബേസിക് രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൊട്ടേഷൻ സംഘമാണ്. മുന്നിട്ട് ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ പോരാ. ചെല്ലും ചെലവും കൊടുത്തിട്ട് ഷൈജു വളർത്ത കൊട്ടേഷൻ സംഘങ്ങൾ. ആ കൊട്ടേഷൻ സംഘം ഈ ഉദയംപേരൂർ പള്ളിയിൽ 6 മണിക്ക് വന്നു. അതൊക്കെ ഈ ബംഗാളികൾ ജോലിക്ക് പോകുന്ന പോലെയാണ്. വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരുന്ന പോലെ കൃത്യം കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ് സെറ്റപ്പ് പരിപാടികളെ. വേറൊരു വണ്ടി വന്നു, അതിനകത്ത് കാപ്പി, ചായ, പാല്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് തെറി പറയാനായിട്ട് ആരോഗ്യം വേണ്ടേ, ശക്തി വേണ്ടേ, കരുത്ത് വേണ്ടേ? അങ്ങനെ കാപ്പി കുടിക്കേണ്ടത് കാപ്പി കുടിച്ചു, ചായ കുടിച്ചു, പിന്നെ പാല് വേണ്ടത് ചില പാലേ കുടിക്കുള്ളൂ, പാല് കുടിച്ചു. പിന്നെ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് സംഗതികളൊക്കെ കഴിച്ചു. അതൊക്കെ സെറ്റപ്പായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സൂപ്പർ സെറ്റപ്പാണ്. അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ, കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുവരാൻ അത് തൃപ്പൂണിത്തറക്കാരന് ഗംഭീരമായിട്ട് സാധിച്ചിരിക്കുന്നു. ഞാൻ തൃപ്പൂണിത്തറക്കാരനെ ശരിക്കും അഭിനന്ദിക്കുക. ഇത്രയും വലിയൊരു കൊട്ടേഷൻ സംഘത്തെ എറണാകുളത്ത് പോറ്റി വളർത്തുന്നത് ഗംഭീരം തന്നെ. എന്നിട്ട് 6:30-ക്കാണ് പള്ളിയിൽ കുർബാന. അച്ഛൻ ഏകീകൃത കുർബാനയാണെന്ന് പറഞ്ഞല്ലോ. അവിടെ കുർബാന തുടങ്ങി. കുർബാന നടക്കുന്ന നേരം മുഴുവൻ പള്ളിയുടെ പുറത്ത് നിന്നിട്ട് ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും അവരുടെ പെണ്ണുങ്ങളും അസഭ്യമെന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന തെറി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടാൽ അറയ്ക്കുന്ന തെറിയും അസഭ്യ വാക്കുകളും ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ്. പള്ളിയകത്ത് നിൽക്കുന്ന അവർക്ക് ശല്യമായി തുടങ്ങി ഇവരുടെ ബഹളം കാരണം. കുർബാനയിൽ നേരെ സംബന്ധിക്കാൻ പറ്റുന്നില്ല. സാധാരണ പ്രതികരിക്കാത്ത മനുഷ്യർ പോലും അന്ന് ഇന്നലെ പ്രതികരിച്ചു. അതായത് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ഈ സാധാരണ ജസ്റ്റ് കുർബാന കണ്ടു പോകുന്ന ആൾക്കാർ കുറേ പേരുണ്ട്.
അവർ സമരത്തിനൊന്നും വരുന്നവരല്ല. അവർക്ക് കുർബാന സംബന്ധിക്കണം, കർത്താവിനെ സ്വീകരിക്കണം, കർത്താവിനെ സ്നേഹിക്കണം. പക്ഷെ കർത്താവിന് ഒരു അപകടം വന്നാൽ അത് രക്ഷിക്കാനൊന്നും അവർ നിൽക്കാൻ തയ്യാറല്ല. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും വീരോചിതമായി വിശ്വാസം ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ. ഏതായാലും അവർ പോലും നേതാക്കന്മാരോട് പറഞ്ഞു, ഇവരെങ്ങനെ വിട്ടുകൂടാ, ഇവരെങ്ങനെ വിട്ടുകൂടാ. ഈ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ഈ കർത്താവിൻ്റെ എതിരാളികളോ സഭയുടെ എതിരാളികളോ ശത്രുക്കളോ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അകത്ത് ഒരു പരിശുദ്ധമായ കർമ്മം നടക്കുന്നു, പവിത്രമായ ഒരു കർമ്മം നടക്കുന്നു. അത് ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലേ? കുർബാനയ്ക്ക് മുൻപോ കുർബാനയ്ക്ക് ശേഷമോ ഇവർ ബഹളം വെച്ചിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. കുർബാന നടക്കുന്ന നേരം മുഴുവൻ ഇവർ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ശല്യപ്പെടുത്തുമോ? ആരെങ്കിലും ചെയ്യുമോ? അതുകൊണ്ട് ഇവർ വെറുതെ വിട്ടുകൂടാ എന്ന് സാധാരണ ഈ സമരത്തിൽ നിന്നും പോകാത്ത ആളുകൾ പോലും നേതാക്കന്മാരോട് പറഞ്ഞു. ഇത്രയും വൃത്തികെട്ട പെണ്ണുങ്ങൾ ലോകത്തുണ്ടാവുമോ? ഇത്രയും വൃത്തികെട്ടവർ? ഒരു സാമാന്യ ബോധം ഉണ്ടാവില്ലേ? അകത്ത് പള്ളിയകത്ത് പരിശുദ്ധ കുർബാനയല്ലേ നടക്കുന്നത്. ആ സമയത്ത് ബഹളം വെക്കരുതെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ശേഷമോ അവർ ബഹളം വെക്കട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാം, എതിർപ്പുകളാണ്. ഇത് കുർബാന നടക്കുന്ന സമയത്ത് മുഴുവൻ അസഭ്യ വാക്കുകൾ, തെറി വാക്കുകൾ, കേട്ടാൽ അറയ്ക്കുന്ന പച്ച തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടാവും, ചിലപ്പം അറിഞ്ഞുകൂടാ. ഏതായാലും ജനങ്ങളെല്ലാവരും കൂടി ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കുർബാന കഴിഞ്ഞ പാടെ ഈ പള്ളിയിൽ വന്ന എല്ലാവരും കൂടി ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും വീഡിയോസൊക്കെ പൊതുമണ്ഡലത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇത് ഈ ഇടവകയിൽ നിന്നുള്ള ഒരു വൈദികൻ്റെ 2 സഹോദരന്മാരുടെ നേതൃത്വത്തിലോ മറ്റോ ആണ് ഈ കോപ്രായങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെ പിരികേറ്റി വിടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, തൃപ്പൂണിത്തറക്കാരുണ്ട് താനും. ഇങ്ങനെ കുറേ ആഹ്വാനങ്ങൾ കൊടുത്ത് വിടുന്നു, കൊട്ടേർ സംഘത്തെ വിടുന്നു. വാസ്തവത്തിൽ എന്താണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ ഏകീകൃത കുർബാന ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് വീമ്പിളക്കിയ തൃപ്പൂണിത്തറക്കാരന് ഇപ്പോൾ അണികളിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണ്. താൻ എന്ത് കോപ്പ് കണ്ടിട്ടാ ഈ സമവായത്തിന് സംബന്ധിച്ചത്, ഏകീകൃത കുർബാനയ്ക്ക് സംബന്ധിച്ചത്? അദ്ദേഹം തന്നെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏകീകൃതമോ ജനാഭിമുഖമോ ദൈവോന്മുഖ കുർബാനയല്ല, നമ്മുടെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കൂരിയായി മാറ്റുക. എന്തുകൊണ്ടാണ് അന്നത്തെ കൂരിയായ, ഇപ്പോഴത്തെ അല്ല, എന്തുകൊണ്ട് കൂരിയായി മാറ്റേണ്ടത്? കൂരിയായി മാറ്റിയില്ലെങ്കിൽ ഇവർക്ക് കട്ടെടുക്കാൻ പറ്റില്ല, പണം കട്ടെടുക്കാൻ പറ്റില്ല. മണവാളം കട്ടെടുക്കുമായിരുന്നു എന്നാണല്ലോ കോടതി പറഞ്ഞത്. അതുപോലെ തന്നെ സ്വർണം കട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂരിയായി മാറ്റുക എന്ന ഒറ്റ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകീകൃത കുർബാന സംബന്ധിച്ചെന്നാണ് തൃപ്പൂണിത്തറക്കാരൻ പറയണേ. അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോയിലുണ്ടത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഏകീകൃത കുർബാന പറഞ്ഞാൽ ചൊല്ലിയാലും സാരമില്ല, നമുക്ക് പണം കട്ടെടുക്കാൻ കഴിയണം. പണം കട്ടെടുക്കുന്നത് തടയുന്ന ഒരു കൂരിയ നമുക്ക് വേണ്ട. അതുകൊണ്ട് കൂരിയായി മാറ്റുക എന്ന ഒറ്റ അജണ്ടയ്ക്ക് വേണ്ടി നമ്മൾ തൽക്കാലത്തേക്ക് ഏകീകൃത കുർബാന സംബന്ധിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങളോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാണ്ട് വന്നപ്പോഴാണ്, ഈ അണികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നപ്പോഴാണ് പുള്ളി 2 കാര്യങ്ങളുമായിട്ട് വന്നത്. ഒന്ന്, ഏകീകൃത കുർബാന ചൊല്ലുന്ന എല്ലായിടങ്ങളിലും ഒരു പ്രശ്നമുണ്ടാക്കുക. അപ്പോൾ ജനത്തിന് ശ്രദ്ധകൾ മാറി. പിന്നെ ആലഞ്ചേരി പിതാവിടെ കാല് കുത്താൻ പാടില്ല, ബോസ്കോ പിതാവിടെ കാല് കുത്താൻ പാടില്ല, ആൻഡ്രസ് പിതാവിടെ കാല് കുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു വിട്ടു. ഇത് തൃപ്പൂണിത്തറക്കാരൻ്റെ രാഷ്ട്രീയമാണ്. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം അവരോട് പറഞ്ഞ കാര്യം വാസ്തവത്തിൽ നടക്കാൻ പോവുകയാണ്. എന്താണ്? ഈ കൂരിയായി മാറ്റിക്കഴിഞ്ഞു, ഇനി ഏകീകൃത കുർബാന ചൊല്ലേണ്ട കാര്യമില്ല. പലയിടത്തും മിക്ക സ്ഥലത്തും വികാരിയച്ചന്മാരോ കൊച്ചന്മാരല്ല ചൊല്ലിയിരിക്കുന്നത്, സന്യാസ വൈദ്യരെ കൊണ്ടുവന്ന് ചൊല്ലിച്ചിരിക്കുകയാണ്. 1. 2, ചെറിയ സ്ഥലങ്ങളുണ്ട്, കുറേ സ്ഥലങ്ങൾ, അതായത് ആളുകൾ അധികം പങ്കെടുക്കാത്തത്, അവിടേക്ക് നിർത്തിക്കളഞ്ഞു. കുറേ പള്ളി ചൊല്ലിയിട്ടേ ഇല്ല, കുറേ പള്ളി തുടങ്ങിയിട്ടേ ഇല്ല, കുറേ സ്ഥലത്ത് തുടങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ എന്ത് സമവായമാണ്? പാടെ അട്ടിമറിക്കപ്പെട്ട, അതായത് കൂരിയായി മാറ്റാൻ വേണ്ടി തട്ടിക്കൂട്ടുണ്ടാക്കിയ ഒരു മാർഗരേഖ. ഇനി അതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ മിക്കവാറും സംഗതികളൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. കുർബാനക്കടം തീരും. ഇല്ലിസിറ്റാണോ ലിസിറ്റാണോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. കുർബാനക്കടം തീരും. എന്ത് കുർബാനക്കടം? എങ്ങനെ തീരും? ഏത് വകുപ്പിൽ തീരും? ആരതൊക്കെ പ്രഖ്യാപിക്കണേ? എന്തിൻ്റെ വകുപ്പിലാണ്? ഏത് കാനലുകളുടെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നുണ്ടാകും, അവർ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സമവായ സർക്കുലർ ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ആരെ കബളിപ്പിക്കാനാണ്? എന്തിനു വേണ്ടിയാണ്? ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. സഭയ്ക്ക്, സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല, ആര് ചെയ്താലും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് മേലധികാരികളോടും മറ്റ്
കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, ഇനിയും അറിയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സഭയെ, സുറിയാനി കത്തോലിക്ക സഭയെ ഹൈജാക്ക് ചെയ്യാൻ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെയും ഒരു വികാരി മെത്രാപ്പൊലീത്തയും ഒരു മെത്രാനെയും നമ്മൾ അനുവദിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.